ഹലോ വാട്സാപ്പ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിക്ക് 2 പാർക്കിംഗ് ലൈറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓൺലൈനായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചേക്കുന്നത്. ഒരു സെറ്റായിട്ടാണ് മേടിച്ചേക്കുന്നത്. ഒരു സെറ്റിന് 169 ആണ് അതിൻ്റെ വില. അപ്പോൾ അതേ ഇവരുടെ പാക്കിംഗ് ഒക്കെ വളരെ അടിപൊളിയാണ്. ആ ബൾബ് ഷേക്ക് ചെയ്ത് ഡാമേജ് ആവാതിരിക്കാൻ എന്തൊക്കെയോ കാർഡ്ബോർഡിൻ്റെ ഒരു വല പോലെ സാധനത്തിലൊക്കെ കയറ്റി അവർ ചെയ്തിട്ടുണ്ട്. പാക്കിംഗ് ഒക്കെ വളരെ നീറ്റാണ്. 4 ദിവസം എടുത്തു ഡെലിവറി ആവാൻ. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഇതേ സെയിം കമ്പനി തന്നെ മുന്നേ ഞാൻ മേടിച്ചിരുന്നു വേറൊരു ബൈക്കിന് ഫിറ്റ് ചെയ്യാനായിട്ട്. അതും നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല വെളിച്ചവും ക്വാളിറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം സെയിം കമ്പനി തന്നെ മേടിച്ചു. 5 വാട്ട്സ് ആണ് വരുന്നത്. 12 വോൾട്ട് 5 വാട്ട്സ്. കുഴപ്പമില്ല. ഇവിടെ പുറമെ ഓഫ്ലൈനായിട്ട് ഇത് ഞാൻ നോക്കിയപ്പോൾ കിട്ടിയില്ല. വേറെയൊക്കെ എന്തൊക്കെയോ കാണിച്ചു തന്നെ അവർ. അപ്പോൾ ഇത് കുഴപ്പമില്ല, നല്ല സാധനമാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി വെച്ചാൽ സെലറിയൊക്കെയാണ് ഞാനിത് മേടിച്ചത്. ഇത് ഫ്രണ്ടിൽ പാർക്കിംഗ് ലൈറ്റാണ് മേടിച്ചേക്കുന്നത്. ഹെഡ്ലൈറ്റിനോട് ചേർന്ന് നിൽക്കുന്ന ലൈറ്റിൽ. പിന്നെ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ രണ്ടെണ്ണമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 169 ആണ് രണ്ടെണ്ണം. കുറച്ച് ഇത് നീട്ടം കൂടിയതാണ്, കുറഞ്ഞതുകൊണ്ട് കൂടിയതുകൊണ്ട്. ഈ സെയിം കമ്പനിയിൽ തന്നെയാണ് ഞാൻ മുമ്പ് രണ്ടെണ്ണം മേടിച്ചിരുന്നു. അപ്പോൾ അതായത് ലൈൻസൊക്കെ ഉള്ളൊരു ടൈപ്പാണ്. അപ്പോൾ ഞാനത് ഭയങ്കര ഈസിയാണ് അത് ഫിറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ പുറത്ത് ഇലക്ട്രീഷ്യന്മാരുടെ അടുത്തൊന്നും പോകേണ്ട, നമുക്ക് തന്നെ വീട്ടിൽ ഒട്ടുമിക്ക വണ്ടികളിലും മാറ്റാനായിട്ട് ഈസിയാണ്. ഞാനപ്പോൾ മുമ്പത്തെ ലൈറ്റ് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം ഇത് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. കളറ് സാധാരണ വോം ലൈറ്റ്, യെല്ലോ ഷെയ്ഡ് വരുന്ന വോം ലൈറ്റ്. ഇനി ഞാൻ മാറ്റിയതിന് ശേഷമുള്ളതിൻ്റെ അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ പാർക്കിംഗ് ലൈറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കണക്ഷൻ ഇവിടെ നോക്കുക. അത് മുകളിലത്തെ തന്നെ കണക്ഷൻ, വേറെ ഒന്നും അഴിക്കേണ്ട. മുകളിലത്തെ കണക്ഷൻ അത് പതുക്കെ ഈ കാണുന്നത് കണ്ടോ, ഈ മുകൾ വശത്ത് തന്നെയാണ് പാർക്കിംഗ് ലൈറ്റ് നമ്മൾ വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ഒരു പ്ലഗ് ഇതിനെ പതുക്കെ പിടിച്ചിട്ട് ലെഫ്റ്റിലേക്ക് തിരിച്ചാൽ പതുക്കെ ഗാഡിയിൽ നിന്ന് പോരും. സിമ്പിളായിട്ട് ഊരിയെടുക്കുക. ഇതാണ് കമ്പനി നമുക്ക് ഇട്ട് തന്നിരിക്കുന്ന സാധാരണ ബോം ലൈറ്റ്. ഇത് കണ്ടോ, ഈ 4 പല്ലുകളുണ്ട് ഇതിന്. 1 2 അത് 4 എണ്ണവും 4 സൈസിലാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ 4 ഗ്യാപ്പുകളുണ്ട്. ആ ഗ്യാപ്പിൽ കറക്റ്റ് നമ്മൾ നോക്കിയിട്ട് അതേപോലെ ഊരിയെടുത്ത അതേ സെയിമിൽ നമ്മളത് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ ഇത് ഊരിയെടുക്കാതെ സിമ്പിളാണ്. അതായത് ഇതുപോലെ പതുക്കെ ഇതിലൊന്ന് പിടിച്ച് ഊരിയാൽ മതി. സിമ്പിളായിട്ട് പോയി. പ്ലഗ് ആൻഡ് പ്ലേ ചെറിയ ബൾബുകളാണ്, 5 വോൾട്ടിൻ്റെ ഒക്കെ ബൾബുകൾ. അത് ഊരി മാറ്റി വെച്ചു. അതിന് ശേഷം ഇത് നമ്മൾ മേടിച്ചത് പതുക്കെ ഇതിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതിട്ട് കൊടുത്ത് പതുക്കെ ഒരു മീഡിയം ലെവലിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം ഇത് ചില ബൾബുകളുടെ ഹോൾഡർ ഇതിൽ ചിലപ്പോൾ ലൂസാകാൻ വഴിയുണ്ട്. അപ്പോൾ ഇട്ടതിന് ശേഷം ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ഇട്ട് നോക്കുക. അപ്പോൾ ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ അത് നമ്മൾ ഒരു സൈഡ് ഇട്ടപ്പോൾ ഇത് കത്തിയില്ല. അപ്പോൾ ഇതൊന്ന് ഊരി തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതേ കത്തി. ഇത് LED ബൾബുകൾക്ക് ഏതെങ്കിലും ഒരു സൈഡേ കത്തുള്ളൂ. അപ്പോൾ അതൊന്ന് ഊരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവുന്ന കേസേ ഉള്ളൂ. അതായത് കത്തി ഇളക്കി നോക്കുക. കാരണം ലൂസ് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ ഇടയ്ക്ക് കടലും കത്തലൊക്കെ ആവും. അപ്പോൾ ഇളക്കി നോക്കി. ഇത് പെർഫെക്റ്റ് ഫിറ്റാണ്, ഒരു പ്രശ്നമില്ല കണ്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇതിലേക്ക് പതുക്കെ കയറ്റുക, ഊരിയെടുത്ത പോലെ തന്നെ. എന്നിട്ട് പതുക്കെ ഒന്ന് തിരിച്ചു കൊടുക്കുക. അപ്പോൾ കറക്റ്റ് നമ്മുടെ ഹോളിലേക്ക് അത് വീഴും. അതിനുശേഷം പതുക്കെ ഒന്ന് റൈറ്റിലേക്ക് കണ്ടോ. സിമ്പിൾ പരിപാടി. അപ്പോൾ ഞാൻ പുറമേ നിന്നുള്ള വ്യൂ. അപ്പോൾ ഫ്രണ്ടിലൊരു ലെൻസ്, സൈഡിൽ ഈ 2 LED ബൾബുകൾ, അതുപോലെ 4 എണ്ണം ഉണ്ട്. ഓക്കെ, ഫ്രണ്ടിൽ ലെൻസ് വരുന്നത് നമ്മൾ മാറ്റിയിട്ടതിന് ശേഷമുള്ള നമ്മുടെ ലുക്ക്. അതുപോലെ തന്നെ ഇവിടുത്തെ പഴയ കമ്പനി നമുക്ക് ഇട്ട് തന്നിരിക്കണ ലുക്ക്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് സ്പേസ് ഒത്തിരി ഉള്ളത് കൊണ്ടാണ് നമ്മൾ 1 ഇഞ്ചിൻ്റെ ബൾബ് എടുത്തത്. ആക്ച്വലി ഇത് 1/2 ഇഞ്ചിൻ്റെ പെയിൻറ്റ് 1 ഇഞ്ചിൻ്റെ പെയിൻറ്റ്. അപ്പോൾ നമ്മൾ ഇടാൻ പോകുന്ന സ്ഥലത്ത് നമുക്ക് അതിനുള്ള സ്പേസ് ഉണ്ടോ എന്ന് നോക്കാം. ചില വണ്ടികളിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ഗ്ലാസ് വന്ന് തട്ടിയിടാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ നമ്പർ പ്ലേറ്റിൻ്റെ അവിടെ ഇടുന്ന ബൾബാണെന്ന് വിചാരിക്കുക. അത് ഈ സൈസിലുള്ള ബൾബ് നമുക്ക് നമ്പർ പ്ലേറ്റിൻ്റെ അവിടെ ഇടാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്പർ പ്ലേറ്റിൻ്റെ അവിടെ ഇത് ഇത്രയും സ്ഥലമുള്ളൂ. അതിന് 1/2 ഇഞ്ച് ബൾബ് പറ്റുള്ളൂ. ഇത്
അപ്പോൾ ഇത് 1 ഇഞ്ചിൻ്റെ ബൾബ് ഇതിലിടുക. നമ്പർ പ്ലേറ്റിൻ്റെ വഴിയാണ് ഇത് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് സൂട്ടാവില്ല. ഈ വണ്ടിയിൽ ഞാൻ നോക്കിയിരുന്നു, ഇത് സൂട്ടാവില്ല. അപ്പോൾ ഇതിന് 1/2 ഇഞ്ച് ബൾബ് വരുന്നുണ്ട്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരുമ്പോൾ അത് ഇടുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. അത് വൈറ്റ് തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് 1/2 ഇഞ്ചേ ഉള്ളൂ. അപ്പോൾ ഇതിന് രണ്ടെണ്ണത്തിന് 169 169 രൂപയാണ് നമുക്ക് ഡെലിവറി ചാർജ് അടക്കം വന്നിരിക്കുന്നത്. ഡെലിവറി ചാർജ് ഇല്ല അതിന് ആക്ച്വലി, അതടക്കം അത്രയ്ക്ക് നമുക്ക് കിട്ടാം. അപ്പോൾ ഞാനിനി മറ്റേതുകൊണ്ട് ഇട്ടിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ലെഫ്റ്റിലത്തെ മാറി ഇനി റൈറ്റിലത്തെ മാറണം. അതുപോലെ പതുക്കെ ഒന്ന് തിരിച്ചു കൊടുക്കുക, എടുക്കുക. ബൾബ് ഇത്ര നേരം ഇട്ട് വെച്ചാൽ ബൾബ് ചൂടായി. പതുക്കെ പിടിക്കുക. മോളവിടെ ഭയങ്കര വാശി, ഞാൻ എടുക്കാണ്ട് വലിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. ഇവിടെ മാറ്റി വയ്ക്കുക. അതിനുശേഷം ഇത് പതിയെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഓണാക്കി നോക്കാം. എന്നിട്ട് കയറ്റിയാൽ അപ്പോൾ നമ്മൾ ഓണാക്കിയപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ഇതിൻ്റെ മാറിയത് കൊണ്ട് കത്താത്തത്. അപ്പോൾ ഇതൊന്ന് ഊരിയിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ടാൽ കത്തും. ഇനി ലൂസൊക്കെ ഉണ്ടോ നോക്കുക. അതാ കുഴപ്പമില്ല, ലൈറ്റ് ബ്ലിങ്ക് ആവുന്നില്ല, കത്തി നിൽക്കുന്നുണ്ട്. 4 സൈഡിൽ 2 ബൾബും ഫ്രണ്ടിൽ ലെൻസും അതിലും 2 ഡോട്ട് അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ചു കൊടുത്താൽ ഗ്യാപ്പ് വരുമ്പോൾ കറക്റ്റ് അതിലേക്ക് ചാടും. അതിന് ശേഷം ഒന്നും കൂടി ഒരു സ്റ്റെപ്പും കൂടി ഒന്ന് തിരിക്കുക. ടൈറ്റായി കണ്ട, ടൈറ്റായി. അപ്പോൾ പൂരി ഇപ്പോൾ ടൈറ്റായി. ഇനി ഞാൻ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. അപ്പോൾ നമ്മളത് മാറ്റിയതിന് ശേഷം ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഇതാണ്. ഞാൻ ഒന്നുകൂടി പിന്നിലേക്ക് എടുത്തിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. അവിടെ ബോണറ്റ് ഒന്ന് അടച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക്. നമ്മൾ മാറ്റിയിട്ടതിന് ശേഷമുള്ള നമ്മുടെ ലുക്കാണ് ഇത് വണ്ടിയുടെ. ഇപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു നല്ല രസമല്ലേ, നമുക്ക് തന്നെ ഒരു നല്ലൊരു ഫീല് തോന്നുന്നുണ്ട്. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഇനി നമ്പർ പ്ലേറ്റിൻ്റെ ഉള്ളിലെ ഇന്റീരിയർ റൂഫ് ബൾബ് മാറ്റിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്പർ പ്ലേറ്റിൻ്റെ മാറ്റുന്ന വീഡിയോ ചെയ്യും. അങ്ങനെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഇനി ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഹോൺ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.